പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ പല കോണുകളിൽ നിന്നും ഉയരുന്നത്. മറ്റൊന്നുമല്ല, മറ്റേതൊരു രാജ്യത്തെക്കാളും തങ്ങൾക്ക് വലിയ നയതന്ത്ര മികവുണ്ട് എന്ന് സ്വയം അവകാശപ്പെടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. പലപ്പോഴും ഈ ഒരു അവകാശവാദം പലയിടങ്ങളിലായി തന്നെ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ ആത്മവിശ്വാസത്തിന്റെ പുറത്ത് ഇറാൻ ആകട്ടെ US ചർച്ചയിൽ മധ്യസ്ഥത വഹിക്കാൻ, അതായത് ഇറാൻ US ചർച്ചയിൽ മധ്യസ്ഥത വഹിക്കാൻ അവിടെ തുനിഞ്ഞിറങ്ങുകയും ചെയ്തു. എന്നാൽ അവസാനം ഒടുവിലത്തെ അവർക്ക് ലഭിച്ച ഒരു മറുപടി എന്തെന്നാൽ ആ ചർച്ച പരാജയമാവുകയാണ് ഉണ്ടായത്. എന്നാൽ പാകിസ്ഥാൻ ഇപ്പോൾ സ്വന്തം പട്ടാളക്കാരോട് കാണിച്ചിരിക്കുന്നതാകട്ടെ ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ക്രൂരതയാണ് എന്ന വിലയിരുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഏകദേശം 13,000 വരുന്ന പാകിസ്ഥാൻ സൈനികരെ പാകിസ്ഥാൻ തന്നെ സൗദിയിലേക്ക് അയച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ വാർത്ത ഇതിനു മുൻപേ തന്നെ പുറത്തു വരികയും ചെയ്തു. എന്നാൽ പാകിസ്ഥാൻ സർക്കാർ, പ്രത്യേകിച്ചും സൈനിക മേധാവിയായ അസീം മുനീറിനെതിരെയാണ് ഇത്തരത്തിൽ പട്ടാളക്കാരെ സൗദിയിലേക്ക് അയച്ചതിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നത്. കാരണം എന്തെന്നാൽ ഇറാനെതിരായ കരയുദ്ധത്തിൽ അവരെ ഒരു ബലിയാടാക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു രീതിയിലേക്കാണ് അമേരിക്കൻ പാകിസ്ഥാൻ അതായത് അമേരിക്കയിലേക്ക് ഇത്തരത്തിൽ അവരെ ബലിയാടാക്കാനാണ് അമേരിക്ക പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊണ്ടുപോയതെന്ന പൊതുവായ ഒരു വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. 13,000 പട്ടാളക്കാരെയും 13 മുതൽ 20 യുദ്ധവിമാനങ്ങളുമാണ് പാകിസ്ഥാൻ സൗദി അറേബ്യയിലേക്ക് അയച്ചിരിക്കുന്നത്. ഈ കരാറിന്റെ ഭാഗമായി ഖത്തറും സൗദിയും ചേർന്ന് പാകിസ്ഥാന് $500 കോടി കടമായി തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. UAEയുടെ കയ്യിൽ നിന്നും പാകിസ്ഥാൻ $350 കോടി കടം വാങ്ങിയിരിക്കുകയാണ്. ഈ തുക UAE തിരിച്ചു ചോദിച്ചിരിക്കുകയാണ് എന്നും ഇതേ തുടർന്ന് $500 കോടി സൗദിയിൽ നിന്നും ഖത്തറിൽ നിന്നും വാങ്ങി പകരം 13,000 പാക് സൈനികരെ അവിടേക്ക് സൗദിയിലേക്ക് അയക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് പകരത്തിന് പകരം എന്നോണം ഇത്തരത്തിൽ സ്വന്തം പട്ടാളക്കാരെ തന്നെ ബലിയാടാക്കുന്ന രീതിയാണ് പാകിസ്ഥാൻ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് എന്നതാണ് വ്യക്തമാക്കുന്നത്. ഈ തുക ഉപയോഗിച്ച് പാകിസ്ഥാൻ UAEയുടെ കടം വീട്ടുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇറാനുമായി കരയുദ്ധം തുടങ്ങുമ്പോൾ ആദ്യഘട്ടത്തിൽ പാകിസ്ഥാൻ സൈനികരെ ഉപയോഗിക്കാമെന്ന് കരുതുന്നതായും പിന്നാലെ മാത്രമേ US സൈനികർ ഇറങ്ങൂ എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ആദ്യം ഇറാൻ സൈന്യവുമായി ഏറ്റുമുട്ടുന്ന സൈനികർ കൊല്ലപ്പെടുമെന്ന് തീർച്ചയാണ്. ആയതിനാൽ തന്നെയാണ് സ്വന്തം സൈനികരെ ഇത്തരത്തിൽ ബലിയാടാക്കാൻ പാകിസ്ഥാൻ തന്നെ ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. അതിനാൽ തന്നെ പാകിസ്ഥാൻ സൈനികരെ അവിടെ ബലിയാടാക്കാൻ കൊണ്ടുപോയതാണ് എന്ന വിമർശനവും പരിഹാസവുമാണ് അസീം മുനീറിനെതിരെ അടക്കം ഉയർന്നു കേൾക്കുന്നത്. പാക് സർക്കാരിനെതിരെ പാകിസ്ഥാനുള്ളിൽ വിമർശനം രൂക്ഷം. അത് പാകിസ്ഥാൻ സർക്കാരിനെതിരെയും സൈനിക മേധാവി അസീം മുനീറിനെതിരെയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ തന്നെ അലയടിക്കുന്നത്. സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയാണ് ഇത്തരത്തിൽ രാജ്യ താല്പര്യങ്ങളും രാജ്യത്തിന്റെ പരമാധികാരവും പണയം വെക്കുന്നത് എന്ന ഭീഷണിയാണ് ഇവിടെ മുഴക്കിയിരിക്കുന്നത്. ഇസ്ലാമിക രാജ്യമായ ഇറാനെതിരായ യുദ്ധത്തിൽ ഇസ്ലാമിക രാജ്യമായ പാകിസ്ഥാൻ പട്ടാളക്കാരെ അയച്ചത് അധാർമികമാണ് എന്നൊരു വിഭാഗം ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. അവിടെ സാമ്പത്തികമായി കടത്തിൽ മുങ്ങിയതിനാൽ തന്നെ അമേരിക്കയുടെ വാടകക്കാരനായി തന്നെ പാകിസ്ഥാൻ മാറിയിരിക്കുന്നു എന്ന രൂക്ഷമായ വിമർശനമാണ് ഉയർന്നു കേൾക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.